എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂരജിന് ബിൻസിയെ ഭയങ്കര സംശയമായിരുന്നു, ബിൻസിക്ക് കാമുകനുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ സത്യം അതല്ല. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂരജിനാണ് അവിടെ കാമുകിയുള്ളത്, അല്ലാതെ ബിൻസിക്കല്ല. ബിൻസിക്ക് സൂരജിനെയായിരുന്നു സംശയം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതായത് ബിൻസിയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച മുൻപെങ്ങാനും ഒരു സ്ത്രീക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതാരാണ്, അത് ഇവനുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അതായത് ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ കുറേ കാലമായിട്ട് വഴക്ക് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂരജിന് ഓസ്ട്രേലിയയിലേക്ക് പോകാനൊന്നും ഒരു താല്പര്യവുമില്ല. അയാൾക്ക് ഇതുപോലെ കുവൈത്തിൽ കിടന്ന് രണ്ടെണ്ണമൊക്കെ അങ്ങനെ അടിച്ച് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുറച്ച് ചുറ്റിക്കളികളായിട്ട് പോകുവാനാണ് ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിൻ്റെ പേരിലായിരിക്കാം ഇവർ രണ്ടുപേരും നല്ല രീതിയിലുള്ള ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂരജിന് ഇവളെയും സംശയമുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും പറയുന്നത് എന്താണ്, ഈ ബിൻസി എന്ന് പറയുന്ന യുവതി നല്ലവളായിരുന്നു, അവൾ അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല, വളരെ സ്നേഹമുള്ളതാണ്. നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂരജ് എന്ന് പറയുന്നവൻ അവൻ ശരിക്കും ഈ പാല് കൊടുത്ത കൈക്ക് തന്നെയാണ് കൊത്തിയത്. അവനൊരു വിഷജീവിയായിരുന്നു, ഒരു വിഷപ്പാമ്പായിരുന്നു അവൻ. അതായത് അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനുമായിട്ട് ഈ ബിൻസി അടുക്കുന്നത് ഡൽഹിയിൽ വെച്ചാണ്. അന്ന് തന്നെ ചില സുഹൃത്തുക്കൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, മോളെ നീ ഇതിന് നിൽക്കല്ലേ, ഇവൻ ശരിയല്ല, ഇവന്റെ നോട്ടം ശരിയല്ല, ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞപ്പോഴും ബിൻസി അവരോടെല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് അസൂയയാണ്, ഞാൻ ചേട്ടായിയെ പ്രേമിക്കുന്നതിൻ്റെ അസൂയയാണ് എന്നൊക്കെ പറഞ്ഞു. കാര്യമായിട്ടുള്ള സാമ്പത്തികമില്ല, അല്ലെങ്കിൽ ഒരു ഉണ്ണാക്ക് പോലും ഇല്ലാത്ത ഒരുത്തനാണ് ഈ സൂരജ്. ഈ ബിൻസി ആണെങ്കിൽ ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc നേഴ്സിംഗൊക്കെ കഴിഞ്ഞതാണ്. ഇവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ നേഴ്സാണ്. ഏതായാലും അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പ്രണയത്തിലാകുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡൽഹിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്നത് ഒരുമിച്ചായിരുന്നു താമസം എന്നൊക്കെയാണ്. ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസിക്ക് നല്ലൊരു ജോലി ലഭിക്കുകയാണ് കുവൈത്ത് ഡിഫൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. 2.5-3 ലക്ഷം രൂപയാണ് സാലറി. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പം അങ്ങനെ സാലറിയും അതുപോലെ തന്നെ താമസിക്കാൻ ഫ്ലാറ്റും എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. ഗവൺമെൻറ് ജോലിയാണ് അവിടുത്തെ. അപ്പോൾ അവിടെ ഈ ജോലി കിട്ടിയപ്പോൾ ഈ സൂരജിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സൂരജിന് വീണ്ടും പണം അയച്ചു കൊടുത്ത് അവൻ്റെ വീട്ടിൽ ചെലവ് വരെ നടത്തിയിട്ട്, അതായത് ഇവിടുന്ന് ഈ സൂരജ് ഡൽഹിയിൽ നിന്ന് പണം അയച്ചു കൊടുത്താൽ മാത്രമേ അവൻ്റെ വീട്ടിൽ ചെലവ് നടക്കത്തുള്ളൂ. അതുവരെ ഈ ബിൻസി എന്ന് പറയുന്ന സ്ത്രീ ഗൾഫിൽ നിന്നും അയച്ചു കൊടുത്തു, ഇവന് പഠിക്കാനുള്ളതും ഇവൻ്റെ മാതാപിതാക്കളെ ഊട്ടാനുള്ളതും എല്ലാം. പക്ഷേ ഇവൻ കാണിച്ചിരിക്കുന്ന നെറുകേട് എന്താണ്, ഇവൻ എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഒരു കാമദേവനാണ്. ഇവൻ ബിൻസി പോയിട്ടും ഇവന് ഡൽഹിയിൽ ചില ചുറ്റിക്കളികളും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോഴറിയാൻ കഴിഞ്ഞത്. അതായത് ഇവൻ സത്യസന്ധമായിട്ട് ആ ഒരു സ്ത്രീനെ സ്നേഹിച്ചിട്ടില്ല. അവരുടെ പണവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് വല്ലതും നേടണം എന്ന് മാത്രമാണ് ഇവൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു. ഇവനെ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ട് ഇവന് നല്ലൊരു ജോലി അവിടെ കിട്ടുന്നു. അങ്ങനെ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുമ്പോഴാണ് ഈ ബിൻസിയുടെ വീട്ടുകാർ ചില കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിനുശേഷം പറഞ്ഞു, മോളെ ഈ ബന്ധം വേണ്ട, ഇത് നമുക്ക് ശരിയാകുന്ന ബന്ധമല്ല, അവൻ്റെ കുടുംബം ശരിയല്ല, അവൻ തന്നെ ശരിയല്ല. അതായത് ആ അച്ഛനമ്മമാർക്കും അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്തുക്കൾക്കും മുഴുവൻ തോന്നിയിരുന്നു ഇവൻ ശരിയല്ല എന്ന്, എപ്പോഴേ 15 വർഷം മുമ്പ് തന്നെ. പക്ഷേ ഈ ബിൻസിക്ക് മാത്രം ഇത് തോന്നിയിട്ടില്ല. എന്നേരാണല്ലോ നമ്മുടെ ആ ഒരു സിനിമ ഇറങ്ങിയത്, ഈ ലോഹിദാസിൻ്റെ ഒരു സിനിമ ഇറങ്ങിയില്ലേ, അതായത് കുഞ്ചാക്കോവനെ പഠിപ്പിച്ചിട്ട് മറ്റേ കൾട്രാക്കിയ ഒരു സിനിമ. ആ ഒരു സിനിമ ഇവർ രണ്ടുപേരും കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേതായാലും ഈ ബിൻസിയുടെ ഉള്ളിൽ നല്ല രീതിയിൽ ഒരു പ്രചോദനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവനെ ഞാൻ നേരിയാക്കി എടുക്കും, എന്തൊക്കെയായി കഴിഞ്ഞാലും ഇവനെ എനിക്ക് വേണം. പക്ഷേ അതിൻ്റെ 1% പോലും ഈ സ്ത്രീക്ക് ഇവൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇവൻ എന്നിട്ട് അവസാനം എല്ലാവരോടും പറയുന്നത് എന്താ, അതായത് ഇവൾക്ക് വേറെ കാമുകനുണ്ട്, ഇവളെ എനിക്ക് സംശയമാണെന്ന് വരുത്തി തീർത്തു. ഇവൻ എന്താണ് അവിടെ ചെയ്യുന്നത്, ഇവൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ സുഖിക്കുകയായിരുന്നു. അപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്നിട്ട് ഇതിൻ്റെ അച്ഛനും അമ്മയൊക്കെ കാവുന്നത് പറഞ്ഞപ്പോഴും ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഈ ബിൻസി അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ഈ കല്യാണം നടത്തിയത്. കല്യാണം നടത്തി അന്ന് മുതൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് കഷ്ടകാലം തന്നെയായിരുന്നു. നല്ല ശമ്പളമുണ്ട്,
അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവനൊരു മാനസിക രോഗിയായ ഒരു സൈക്കോ തന്നെയാണ്. അതായത് ഭാര്യയ്ക്ക് ഒരു സമാധാനമോ ഒരു സന്തോഷമോ ഒരു നന്ദി വേണ്ടേ? നമ്മളിപ്പോൾ ഒരു പട്ടിക്ക് ചോറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ബാല് നാലോട്ടെങ്കിലും ആട്ടുമല്ലോ. പക്ഷേ ഇവനുണ്ടല്ലോ, ഈ ചെറ്റ ഒരു തരത്തിൽ പോലും ആ സ്ത്രീക്ക് സമാധാനം കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പോഴും ഇവരെ അറിയുന്ന ചില ആൾക്കാരൊക്കെ പറയുന്നത്. അതായത് ഈ അബ്ബാസിയ എന്ന് പറയുന്നത് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണെങ്കിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ നേഴ്സുമാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പം അങ്ങനെ ഈ ഇവനൊരു സാഡിസ്റ്റ് തന്നെയാണ്. അങ്ങനെയാണ് ഇവൻ കഴിഞ്ഞ ദിവസം, അതായത് നമ്മളെല്ലാവരും കരുതുന്നത് പോലെ ആ സ്ത്രീ അങ്ങനെയല്ല. ആ സ്ത്രീ വളരെയധികം നല്ലൊരു സ്ത്രീയാണ്. അതും ഇവൻ തന്നെ കണ്ടുപിടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് കാമുകനെ കാണാൻ വേണ്ടിയിട്ടാണ് ഓസ്ട്രേലിയയിൽ പോകുന്നത്. അതായത് ഞാൻ കൂടാതെ ഇവൾക്ക് വേറെ ഒരാളും കൂടിയുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഇവൾ പോകുന്നത് എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ചാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവൻ ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ ഇവൻ പറഞ്ഞിരുന്നു ഞാൻ അവളെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ആർക്കോ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അതാർക്കാണ് ഇവൻ മെസ്സേജ് അയച്ചത്? ആ മെസ്സേജിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അത് കണ്ടുപിടിക്കേണ്ടത് ഒരു പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള നികൃഷ്ട ജീവികളാണ് നിങ്ങളെ ഭർത്താവെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. കാരണം പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാരണവന്മാർക്ക് എന്ന് പറഞ്ഞാൽ 10-12 മക്കളുണ്ടായിരുന്നു. കഷ്ടപ്പാടാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും അവരൊക്കെ വളരെ സന്തോഷകരമായിട്ട് ജീവിച്ചതല്ലേ. ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണത്തിനെ പോറ്റാൻ വേണ്ടി ഇവന്മാർക്ക് കഴിയുന്നുണ്ടാ. 2 മക്കളാണുള്ളത്. എന്നിട്ടും ഇവനൊന്നും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിഞ്ഞോ? അതുമാത്രവുമല്ല, ഇട്ടുമൂടാനുള്ള പണവുമുണ്ട്. 2 പേർക്കും സാലറി ഉണ്ട്. ഇവിടെ പിന്നെ പൈസയിലായിട്ടാണെങ്കിലും ഇവർക്ക് അങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിലും വിചാരിക്കാം അങ്ങനെയാണെന്ന്. ഇത് ഒരു കുന്തവും ഇല്ല. അതായത് തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കയറിയതിൻ്റെ അഹങ്കാരം തന്നെയാണ് ഇവനൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്ന് ഇവന് മരിച്ചാൽ പോരെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആ സ്ത്രീയെ എന്തിനാണ് കൊലപ്പെടുത്തിയത്? ആ സ്ത്രീയും മക്കളും എവിടെയെങ്കിലും ജീവിച്ചോളൂലേ? ഈ സൈക്കോ എന്ന് പറയുന്ന നാരീനെ ഇവന് സ്വയം ചത്താ പോരെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ആ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാണ്ടായില്ലേ? ആ ഒരു 7 വയസ്സും അതുപോലെ തന്നെ 3 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ ഇതൊന്നും അറിയാതെ അവരുടെ അച്ഛനമ്മമാർ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലല്ലേ ഇപ്പോഴും നിൽക്കുന്നുണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ദുരന്തം ആലോചിച്ച് നോക്കണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാവരോടും പറയാനുള്ളതാണ്, ഇങ്ങനെ പരസ്പരം നിങ്ങൾ കുത്തി മരിക്കാതെ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ചിട്ട് വരണം. ഒന്നുമില്ലെങ്കിൽ എൻ്റെ സഹോദരി, നിങ്ങൾക്ക് അന്ന് തന്നെ ഇവനെ ഒഴിവാക്കാമായിരുന്നില്ലേ? പക്ഷേ സഹോദരിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനായിട്ട് എടുത്ത് വെച്ചൊരു ബന്ധമാണ്. അതുകൊണ്ട് ഇത് ആരോടും എനിക്ക് പറയാൻ കഴിയില്ല. സ്വന്തം വീട്ടിൽ പറയാൻ കഴിയില്ല, സഹോദരങ്ങളോട് പറയാൻ കഴിയില്ല, മറ്റൊരാളോട് പറയാൻ കഴിയില്ല. എന്താ പ്രശ്നമോ? ഇത് ഞാനായിട്ടാണ് ഈ ഒരു വയ്യാവേലി എടുത്തു വെച്ചത്. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പരിഹസിക്കും. അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ, അതായത് അട്ടയെ പിടിച്ചും മെത്തയെ കിടത്തിയാൽ അത് കിടക്കില്ല മോളെ, അത് കിടക്കില്ല. ഇവിടെ പല ആൾക്കാർക്കും, അതായത് BSc ഒക്കെ കഴിഞ്ഞ് നേഴ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ലൈനാണ്. ഒരു പണിയും ഇല്ലാത്ത ഒരു മണഗുണാഞ്ചന്മാരുമായിട്ടായിരിക്കും ഇവറ്റകളിൽ ലൈന് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ആൾക്കാരെ, അതായത് നല്ല ആൾക്കാരെ, ഈ നേഴ്സിംഗ് മേഖലയിലുള്ള ചില ആൾക്കാരുടെയൊക്കെ വിചാരം അവർക്ക് നേഴ്സുമാർ തന്നെ വേണമെന്നാണ്. അതൊന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പഴഞ്ചൻ ചിന്താഗതി മാത്രമാണ്. നിങ്ങളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലവനെയാണ് വേണ്ടത്. അല്ലാതെ ഇവനെ പോലെ ചില ടീമുകളുണ്ട്, ഈ നേഴ്സുമാർ തന്നെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈടുന്ന് ഏതെങ്കിലും ഒരു മണങ്ങുണാഞ്ചനെയും കെട്ടിപ്പോകും UK-ലേക്കോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്കോ. അവനെന്ത് ചെയ്യും? അവന് കൃത്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല. 24 മണിക്കൂർ നേരവും ഇത് തന്നെ സേവിക്കുന്ന ചില ടീമുകളുണ്ട്. അങ്ങനെ ജീവിതം കൊഞ്ഞാട്ടയാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കാരോടും പറയാൻ കഴിയില്ല, ഇതാരോടും പങ്കുവെക്കാൻ കഴിയില്ല. പങ്കുവെച്ചാൽ നാണക്കേടല്ലേ, കളിയാക്കൂലേ? അതായത് നിന്റെയൊക്കെ ജീവിതം ഇങ്ങനെയാണോ എന്ന് ചോദിക്കൂലേ? അതുകൊണ്ട് തന്നെ ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഒഴിവായി രക്ഷപ്പെട്ടോ. അതായത് ഇവരൊക്കെ എപ്പോഴാ കത്തിയെടുക്കുന്നതെന്നൊന്നും പറയാൻ കഴിയില്ല. പണ്ടത്തെ പോലെയൊന്നല്ല. ഇന്നൊന്ന് പറഞ്ഞ് 2 കത്തിയാണ്. ഈ വേട്ടാവളിയനും അത് തന്നെയാണ് ചെയ്തത്. ഒരു സ്നേഹവും ഇവനോട് തോന്നില്ല. ഇവൻ ശരിക്കും പറഞ്ഞ ഇവൻ ജീവിക്കണമായിരുന്നു. ഇവൻ ജീവിച്ചിട്ട് ഇവൻ അവിടെ ആ ഒരു കുവൈത്തിലുള്ള ശിക്ഷ തന്നെ വാങ്ങിക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താണ് വേണ്ടത് വെച്ചാൽ, ഇവന് ഏതാണ് ഇവന്റെ കാമുകി? ഇവൻ ആർക്കാണ് ഈ സംഭവങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നത്? അവിടെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഈ സ്ത്രീയല്ല. ഞാൻ പലതരത്തിലും അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ സ്ത്രീയെ അവന് പിന്നെ സംശയമാണെങ്കിലും അവരങ്ങനെയുള്ളൊരു വ്യക്തിയല്ല. അതായത് അവൻ സംശയിക്കത്തക്ക രീതിയിലുള്ള ഒന്നും ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവൻ ശരിയല്ലായിരുന്നു. ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷജീവി, അതായത് ഒരു കരിമൂർഖൻ തന്നെയായിരുന്നു ഇവൻ.
അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വിവരമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരും. നന്ദി, നമസ്കാരം.